بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد പ്രിയമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനുഷ്യരായ നാം ഭൗതിക ലോകത്ത് ഭൗതികതയുടെ പുറകെ പായുവാൻ വെമ്പൽ കൊള്ളുന്നവരാണ്. ഈ ദുന്യാവ്, ഈ പ്രപഞ്ചം, അതിലുള്ളതെല്ലാം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ നാം നേടിയെടുക്കുന്നതെന്തും നമ്മുടെ കൂടെ പാരത്രിക ലോകത്തേക്ക് വരികയില്ല എന്ന കാര്യം നാം വിസ്മരിക്കാൻ പാടില്ല. നമുക്കറിയാവുന്ന കാര്യമാണ്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു യത്ബഉൽ മയ്യിത്ത സലാസ്, മയ്യത്തിനെ 3 കാര്യങ്ങൾ അല്ലെങ്കിൽ 3 കൂട്ടർ അനുഗമിക്കും. ഒരു മയ്യത്ത് ആ മയ്യത്തിനെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ 3 കാര്യങ്ങളാണ് അല്ലെങ്കിൽ 3 കൂട്ടരാണ് ആ മയ്യത്തിനെ അനുഗമിക്കുക. അഹ്ലുഹു വ മാലുഹു വ അമലുഹു. മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, അവൻ്റെ കുടുംബക്കാർ അവൻ്റെ കൂടെ പുറപ്പെടും. വ മാലുഹു, അവൻ്റെ സമ്പത്തും, അവൻ്റെ കാറുകളോ വാഹനങ്ങളോ, അവൻ്റെ സമ്പത്തും അവൻ്റെ പുറകെ അനുഗമിക്കും. വ അമലുഹു, അവൻ്റെ അമൽ, അവൻ്റെ കർമ്മങ്ങൾ, സൽക്കർമ്മങ്ങൾ, ആ അമലുകളും അവൻ്റെ കൂടെ പുറപ്പെടുന്നതാണ്. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർന്ന് പറയുകയാണ്, ഫയർജിഉ ഇസ്നാനി, 2 കാര്യങ്ങൾ അല്ലെങ്കിൽ 2 കൂട്ടർ മടങ്ങി വരുന്നതാണ്. വയബ്ക വാഹിദുൻ, 1 ഒരു കാര്യം അല്ലെങ്കിൽ ഒരാൾ അവനോടൊപ്പം അവശേഷിക്കുന്നതാണ് അവൻ്റെ ശ്മശാനത്തിൽ, അവൻ്റെ കബറത്തിൽ. യർജിഉ അഹ്ലുഹു വ മാലുഹു, അവനോടൊപ്പം വീട്ടിൽ നിന്നും പുറപ്പെട്ട കുടുംബാദികളും അവൻ്റെ സമ്പത്തും തിരിച്ചു വരികയാണ്. അവൻ്റെ വാഹനമാകുന്ന സമ്പത്ത് ഖബറിൻ്റെ അടുക്കൽ കിടക്കുകയില്ല. കുടുംബക്കാരവിടെ താമസിക്കാൻ തയ്യാറാവുകയില്ല. അപ്പോൾ കുടുംബക്കാരും സമ്പത്തും മടങ്ങി വരികയാണ്. വയബ്ക അമലുഹു, അവൻ്റെ അമലാണ് അവനോടൊപ്പം അവശേഷിക്കുക. സൽക്കർമ്മമാകട്ടെ ദുഷ്കർമ്മമാകട്ടെ. ഇമാം ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പം എന്തെല്ലാം നേടിയെടുത്താലും കുടുംബക്കാരാണെങ്കിലും സമ്പത്താണെങ്കിലും ആ ഖബറിൽ കൂട്ടായിട്ട് വരികയില്ല. അവൻ്റെ അമലുകളാണ് വരിക എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഇതേ ആശയം വരുന്ന മറ്റൊരു ഹദീസിൽ നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാമിൻ അബ്ദിൻ വലാ അമത്തിൻ ഇല്ലാ വലഹു സലാസത്തു അഖില്ലാ. ഏതൊരു അടിമയാകട്ടെ, അടിമ സ്ത്രീയാകട്ടെ, അഥവാ ഏതൊരു പുരുഷനാകട്ടെ, ഏതൊരു സ്ത്രീയാകട്ടെ, അവർക്ക് 3 സുഹൃത്തുക്കൾ ഉണ്ടാകാതിരിക്കുകയില്ല. അഖില്ലാ, അസ്തിഖാ, മുതഹാബീൻ, പരസ്പരം സ്നേഹിക്കുന്ന സ്നേഹിതർ, അങ്ങനെയുള്ള 3 കൂട്ടർ ഉണ്ടാകാതിരിക്കുകയില്ല. ഫഖലീലു യഖൂലു, ഒരു സ്നേഹിതൻ അല്ലെങ്കിൽ ഒരു സ്നേഹിത പറയും, അന മഅക, ഞാൻ നിന്നോടൊപ്പമുണ്ട്, ഞാൻ നിന്നോടൊപ്പമാണ്. ഫഖുദ് മാ ശിഅത, നീ ഉദ്ദേശിക്കുന്നതെല്ലാം സ്വീകരിച്ചു കൊള്ളുക. വദഅ മാ ശിഅത, നീ ഉദ്ദേശിച്ചതെല്ലാം ഉപേക്ഷിച്ചു കൊള്ളുക. ഫദാലിക മാലുഹു, അതവൻ്റെ മുതലാണ്. ഞാൻ നിന്നോടൊപ്പമുണ്ട്, നീ ഉദ്ദേശിക്കുന്നതെല്ലാം എടുത്തോ, നീ ഉദ്ദേശിക്കുന്നത് നീ ഉപേക്ഷിച്ചോ എന്ന് പറയുന്ന ഒരു സ്നേഹിതൻ അവൻ്റെ സമ്പത്താണ് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഖലീൽ യഖൂൽ, രണ്ടാമത്തെ സ്നേഹിതൻ അല്ലെങ്കിൽ സ്നേഹിത പറയും, അന മഅക, ഞാനും നിന്നോടൊപ്പമുണ്ട്. ഫൈദ അതൈത ബാബൽ മലിക്കി, രാജാതിരാജനായ റബ്ബിൻ്റെ കവാടത്തിൽ നീ എത്തിയാൽ, അഥവാ നിനക്ക് മരണം പിടിപെട്ടാൽ, നീ മരിക്കുകയാണെങ്കിൽ തറക്തുക്ക, നിന്നെ ഞാൻ ഉപേക്ഷിക്കും. ഫദാലിക ഖദമുഹു വഅഹ്ലുഹു, അതാരാണ്? അവൻ്റെ
സേവകരാണ്, അവൻ്റെ കുടുംബക്കാരാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്റെ കബറിൽ ഞങ്ങൾ വന്ന് കിടക്കൊന്നുമില്ല. കൂട്ടായിട്ട് നിന്റെ കബറിൽ കൂട്ടായിട്ട് ഞാൻ കിടക്കൂല. ഒരു രാത്രി പോയിട്ട്, ഒരു മണിക്കൂർ പോയിട്ട്, ഒരു നിമിഷം പോലും ആ കബറിൽ വന്ന് കിടക്കാൻ തയ്യാറാകൂല. നീ റബ്ബിൻ്റെ കവാടത്തിലേക്ക് അഥവാ മരണത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിന്നെ ഞങ്ങൾ ഉപേക്ഷിക്കും, ഞാൻ ഉപേക്ഷിക്കും. അതവൻ്റെ സേവകർ പറയുന്നതാണ്, അവൻ്റെ കുടുംബാദികൾ പറയുന്നതാണ്. ഖലീലുൽ യഖൂൽ, മൂന്നാമത്തെ സ്നേഹിതൻ അല്ലെങ്കിൽ സ്നേഹിത പറയും, അനമാക്ക, ഞാനും നിന്നോടൊപ്പം തന്നെ ഉണ്ട്. ഹൈദു ദഖൽത, നീ എവിടെ പ്രവേശിച്ചാലും നിന്നോടൊപ്പമുണ്ട്. വഹൈദു ഖറജത, നീ എവിടെ പുറപ്പെട്ടു പോയാലും നിന്നോടൊപ്പം ഞാൻ ഉണ്ടായിരിക്കും, ഞാൻ നിന്നെ വിട്ടുപിരിയുകയേയില്ല എന്ന് പറയുന്ന സ്നേഹിതൻ. ഫദാലിക അമലുഹു, അതവൻ്റെ അമലാണ്, അവൻ ചെയ്ത പ്രവർത്തനങ്ങളാണ്. അവനോടൊപ്പം തന്നെ നീ എവിടെ പോയാലും എവിടെ പ്രവേശിച്ചാലും ഞാൻ വിട്ടുപിരിയില്ല. കുടുംബക്കാർ പറയുന്നത് പോലെ, സേവകർ പറയുന്നത് പോലെ, സമ്പത്ത് പറയുന്നത് പോലെ ഈ അമല് പറയുകയില്ല എന്നാണ് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അബ്ദുല്ലാഹി ഇബ്നു ശഖീർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന, നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയുകയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് ചെന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽഹാക്കും മുത്തക്കാസുർ ഹത്താ സുർത്തുൽ മഖാബർ എന്ന സൂറത്ത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുക. അൽഹാക്കും മുത്തക്കാസുർ, നിങ്ങളെ തക്കാസുർ ജോലിയിലാക്കിയിരിക്കുന്നു, പെരുമ നടിക്കൽ നിങ്ങളെ ജോലിയിലാക്കിയിരിക്കുകയാണ് എന്ന ആയത്ത് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ് സൂറത്ത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഖൂലു ഇബ്നു ആദമ, മനുഷ്യൻ ഇങ്ങനെ പറയും, മാലി മാലി, എൻ്റെ മുതലേ, എൻ്റെ മുതലേ, എൻ്റെ സമ്പത്ത്, എൻ്റെ സമ്പത്ത് എന്നിങ്ങനെ മനുഷ്യൻ പറയും. നിബിതങ്ങൾ ചോദിക്കുകയാണ്, വഹല്ലക യബ്ന ആദമ മിൻ മാലിക ഇല്ലാ മാ അക്കൽത, മനുഷ്യ, നിനക്ക് നിന്റെ സമ്പത്തിൽ നിന്നും നീ ഭക്ഷിച്ചതല്ലാതെ വല്ലതുണ്ടോ? നീ ഭക്ഷിച്ചത് മാത്രമാണ് നിനക്കുള്ളത്. ഫാഫനയിത്ത, അതിനെ നീ നശിപ്പിച്ചു കളഞ്ഞു. അത് ഭക്ഷണം കഴിച്ചു, അതിൻ്റെ അവശിഷ്ടമായിട്ട് അതെല്ലാം പുറന്തള്ളി. അപ്പം നീ ഭക്ഷിച്ചത് മാത്രമാണ് നിനക്കുള്ളത്. ആ ഭക്ഷിച്ചതാകട്ടെ നീ പുറന്തള്ളുകയും ചെയ്തു, നശിപ്പിച്ചു കളയുകയും ചെയ്തു. ഔ ലബിസ്ത, അല്ലെങ്കിൽ നീ ധരിച്ചത് മാത്രമാണ് നിനക്കുള്ളത്. അതാണെങ്കിലോ അബലയിത്ത, നീ അതിനെ നുരുമ്പിച്ചു കളഞ്ഞു, ആ വസ്ത്രത്തെ ദ്രവിപ്പിച്ചു കളഞ്ഞു, അതിനെ ഇല്ലാതാക്കി, അത് നശിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ ധരിച്ചത് മാത്രമേ ഉള്ളൂ, അതാണെങ്കിൽ ഇല്ലാതായി, കീറി പറഞ്ഞ് അത് നുരുമ്പിച്ചു പോയി. ഔ തസദ്ദഖത, മൂന്നാമത് നബി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നീ സദക്ക ചെയ്തത് മാത്രമേ നിനക്കുള്ളൂ. ഫഅംലൈത, അതിനെയും നീ കഴിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഐ അൻഫഅത സദഖത, സദക്ക നീ നടപ്പിൽ വരുത്തി. വദഫഅതഹ ഇലാ മുസ്തഹഖിഹ, അതിന് അർഹരായവർക്ക് അത് നീ കൊടുത്തു. അത് ആവശ്യം മാത്രമേ, അതും ആ സദക്കയും അത് കൊടുക്കേണ്ടവർക്ക് കൊടുത്തുപോയി. അപ്പം ഇമാം മുസ്ലിമും തുർമുദി നസായിയൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ മനുഷ്യൻ മുതലേ എന്ന് പറയുകയാണെങ്കിൽ എന്താ ഉള്ളത്? കഴിച്ചതൊക്കെ പോയല്ലോ, ധരിച്ചതും പോയല്ലോ, സദക്ക ചെയ്തതും മറ്റുള്ളവർക്ക് പോയി, മറ്റുള്ളവർക്ക് കൊടുത്തുപോയി. ഇപ്പം നിനക്കെന്താ പിന്നെ സമ്പത്ത് എന്ന് പറഞ്ഞ് അഹങ്കരിക്കാനുള്ളത്? ഇമാം ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മർറ ബിസ്സൂഖ്, ഒരു മാർക്കറ്റിന്റെ അരികിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോവുകയാണ്. വന്നാസു കനഫത്തൈഹി, ഇരുവശങ്ങളിലുമായിട്ട് ജനങ്ങളുണ്ട്. മാർക്കറ്റിന്റെ അരികിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോയപ്പോൾ ഇരുവശങ്ങളിലായിട്ട് ജനങ്ങളുണ്ട്. ഫമർറ ബി ജദീൻ അസക്ക മയ്യിത്തിൻ, നബി തങ്ങൾ ഒരു ആട്ടിൻകുട്ടിയുടെ അരികിലൂടെ നടന്നു. ആ മാർക്കറ്റിലൂടെ നടന്നു പോയപ്പോൾ ഒരു ആട്ടിൻകുട്ടി, ആട്ടിൻകുട്ടിയുടെ അരികിലൂടെ നടന്നു. അസക്ക, ചെവി ചെറിയതായ ആട്ടിൻകുട്ടി. അതൊരു ന്യൂനതയാണ്, ചെവി ചെറുതാണ്. മയ്യത്തിന്, അതോ ചത്ത ആട്ടിൻകുട്ടിയാണ്. ജീവൻ പോയ, നിർജീവമായ, ചത്ത, ചെവി ചെറിയതായ ഒരു ആട്ടിൻകുട്ടിയുടെ അരികിലൂടെ നബി തങ്ങൾ പറഞ്ഞു. ഫതനാവലഹു ബി ഉദ്നിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ആട്ടിൻകുട്ടിയുടെ, ചത്ത ആട്ടിൻകുട്ടിയുടെ ചെവിയിൽ പിടിച്ചുകൊണ്ട് അതിനെങ്ങനെ എടുത്തുയർത്തി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ചോദിച്ചു, അയ്യുക്കും യുഹിബ്ബു അന്ന ലഹു ഹാദാ ബിദ്റഹമിൻ, നിങ്ങളിൽ ആർക്കാണ് ഈ ചത്ത ചെവി ചെറുതായ ആട്ടിൻകുട്ടി,
ഇതിന് ഒരു ദിർഹമിന് നിങ്ങൾക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്നവരാരാളുള്ളത്? നിങ്ങളിൽ ഒരു ദിർഹം തരികയാണെങ്കിൽ നിങ്ങൾക്ക് തരാം. ആർക്കാ അത് താല്പര്യമുള്ളത്? ഫഖാലു, അപ്പോൾ ആ സഹാബാക്കൾ, ആ മാർക്കറ്റിലുള്ള അവർ ചോദിച്ചു, അവർ പറഞ്ഞു, മാ നുഹിബ്ബു, ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, അന്നഹൂലനാഭിഷയും, ഒന്നിനും ഞങ്ങൾക്ക് അത് കിട്ടാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. ഒരു ദിർഹം പോയിട്ട് ഒന്നിന് പോലും, ഒരു വസ്തുവിന് പോലും ഞങ്ങൾ അത് ഇഷ്ടപ്പെടുന്നില്ല. വമാ നസ്നഉ ബിഹി, അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാ ഈ ചത്ത ആട്ടിൻകുട്ടിയെ കൊണ്ട്? അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ തുഹിബ്ബൂന, നിങ്ങൾ ഇഷ്ടപ്പെടുന്നു, അന്നഹുലക്കും, ഇത് നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നോ? തുഹിബ്ബൂന അന്നഹുലക്കും ഖാലു, അവർ പറഞ്ഞു, വല്ലാഹി, ഒരു ദിർഹമിനല്ല, വെറുതെ ആണെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? അവർ പറഞ്ഞു, വല്ലാഹി, അള്ളാഹുവിനെ തന്നെ സത്യം, ലൗകാന ഹയ്യൻ, അതിന് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ, ലക്കാന ഐബൻ ഫീഹി, ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അതിൽ ഒരു ന്യൂനതയുണ്ടല്ലോ. കാരണം അന്നഹു അസക്കു, അത് ചെറിയ ചെവിയുള്ളത്, അതൊരു ന്യൂനതയാണ്. ജീവൻ ഉണ്ടെങ്കിൽ തന്നെ. ഫകൈഫ വഹുവ മയ്യിത്തുൻ, പിന്നെ മരിച്ച ചത്ത ആട്ടുകുട്ടിയുടെ കാര്യം പറയാനുണ്ടോ എന്നാണ് സഹാബാക്കൾ ചോദിച്ചത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വല്ലാഹി, അള്ളാഹുവിനെ തന്നെ സത്യം, ലദ്ദുന്യ, ഈ പ്രപഞ്ചം, അഹ്വനു അലല്ലാഹി, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും നിസ്സാരമായതാണ്, മിൻ ഹാദാ അലൈക്കും, നിങ്ങളുടെ അടുക്കൽ ഈ ചത്ത ആട്ടിൻകുട്ടി, ചെവി ചെറുതായ ഈ ചത്ത ആട്ടിൻകുട്ടി അതെത്ര കണ്ട് നിസ്സാരമാണോ അതിനേക്കാളും നിസ്സാരമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഈ ദുന്യാവിന് എന്ന് മഹാനായ വിശ്വാസം. അപ്പം ദുന്യാവിന് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു വിലയുമില്ല. ആ ദുന്യാവ് സമ്പാദിക്കാൻ വേണ്ടി അള്ളാഹുവിനെ മറക്കുന്നു, അള്ളാഹുവിൻ്റെ പ്രവാചകനെ വിസ്മരിക്കുന്നു, ദീനിനെ വിസ്മരിക്കുന്നു, സമ്പത്തെ എന്ന് പറഞ്ഞുകൊണ്ട് അത് സമ്പാദിക്കാൻ വേണ്ടി ഓടി നടക്കുന്നു. നിനക്ക് സമ്പത്തിൽ നിന്ന് എന്താണ് നിനക്ക് ഉണ്ടാകുന്നത്? നീ ഭക്ഷണം കഴിച്ചാണെങ്കിൽ അതെല്ലാം അവശിഷ്ടമായിട്ട് നശിച്ചു പോയല്ലോ, ധരിച്ചതാണെങ്കിൽ അതെല്ലാം ദ്രവിച്ചു പോയില്ലേ, സദഖ ചെയ്താണെങ്കിലോ മറ്റുള്ളവർക്ക് അത് കൊടുത്തും പോയി, അർഹതപ്പെട്ടവർ കൊടുത്തും. അപ്പോൾ പിന്നെ നീ ദുന്യാവിൻ്റെ പുറകെ പാരായണം ചെയ്താൽ നിനക്ക് കിട്ടുന്ന എന്താ? നിന്റെ അമല് മാത്രമേ നിന്റെ കൂടെ കബറിൽ വരികയുള്ളൂ, നിനക്ക് കൂട്ടായിട്ട്. നിന്റെ കുടുംബക്കാർ, ഭാര്യയോ മക്കളോ കുടുംബാദികളോ നിന്റെ കബറിൽ വന്ന് കിടക്കാൻ തയ്യാറാവില്ല. കൂടി വന്നാൽ ആ കബറിൻ്റെ അടുക്കൽ വരും, ഒന്ന് അടക്കും, അത് കഴിഞ്ഞ് അവർ പിന്തിരിഞ്ഞു പോകും. അത് സമ്പത്താണെങ്കിലും അങ്ങനെ തന്നെ, അമല് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അത് മാത്രമേ അവശേഷിക്കുകയുള്ളൂ. അപ്പോൾ ഏറ്റവും നല്ല സ്നേഹിതർ മഹാനെ പ്രവാചകൻ പഠിപ്പിച്ചത് നമ്മുടെ അമലാണ്. നമ്മുടെ സേവകരോ നമ്മുടെ സമ്പത്തോ നമ്മുടെ കുടുംബക്കാരോ അല്ല എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മുടെ അമലിനാണ് സ്ഥാനം. ഈ ദുന്യാവിലെ മറ്റു വസ്തുക്കൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ചത്ത ആട്ടിൻകുട്ടിയേക്കാളും നിസ്സാരമാണ് ഈ ദുന്യാവും അതുള്ള വസ്തുക്കളും എന്നാണ് മഹാനായ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസുകളിലൂടെയെല്ലാം നമുക്ക് മനസ്സിലാക്കി തന്നത്. അവസാനം പറഞ്ഞ ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ മനസ്സിലാക്കി, അവൻ്റെ പ്രവാചകനെ മനസ്സിലാക്കി, അള്ളാഹുവിൻ്റെ അടുക്കൽ ഈ ദുന്യാവിനും അതുപോലെ തന്നെ നമ്മുടെ അമലുകൾക്കുമെല്ലാം എന്ത് സ്ഥാനമാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അർഹമുർ റഹീമിനായ തമ്പുരാൻ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, വന്യരായ ഗുരുനാഥന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, സന്താനങ്ങൾ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, നാമുമായി ബന്ധപ്പെട്ടവർ, മറ്റു സത്യവിശ്വാസികൾ എല്ലാവരെയും അവൻ്റെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മെയും നാമുമായി ബന്ധപ്പെട്ടവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിലും നാമുമായി ബന്ധപ്പെട്ടവരിലും ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർ, മാരകമായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവർ ധാരാളം പേരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും രോഗങ്ങൾക്ക് പരിപൂർണമായ ശമനം നൽകി മാനസികമായും ശാരീരികമായും സന്തോഷത്തിലും റാഹത്തിലുമായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇഹപര നന്മകൾ കൊയ്തെടുക്കുന്ന, അള്ളാഹുവിൻ്റെ പ്രീതി സമ്പാദിച്ചുകൊണ്ട് സൽക്രമങ്ങളിൽ വ്യാപൃതരാകുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ നാം അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.